ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഔദാര്യമായി സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കുടപ്രഭുകളെ, സ്നേഹവാനായ ദൈവത്തിൻ്റെ അളവ് കൂടാത്ത സ്നേഹം, ആ സ്നേഹം അനുഭവിച്ചറിയുവാനും ആ സ്നേഹത്തിന് മുൻപിൽ നന്ദി അർപ്പിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനും ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അവനാണ് ഭൂമിയുടെ പരപ്പിൽ ഏറ്റവും ഭാഗ്യവാനായ അനുഗ്രഹീതനായ മനുഷ്യൻ. പ്രിയരെ, ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ദൈവസ്നേഹമാകുന്നു എന്നതാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവസ്നേഹത്തിന്റെ ആഴമളക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന മനുഷ്യന് ദൈവം വിലയേറിയ ഒരു വാഗ്ദത്തം കൂടി നൽകുന്നു. താൻ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും തൻ്റെ ദാനമാകുന്ന നിത്യജീവൻ പ്രാപിക്കണമെന്നും ദൈവം തൻ്റെ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ കീഴിൽ നിന്ന് പല വശീകരണ ശക്തികളിൽ കുടുങ്ങി ദൈവത്തിൽ നിന്ന് അകന്നു മാറി ലോകസ്നേഹത്തിന്റെ മാസ്മരികമായ വലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഏതു മനുഷ്യനെയും പ്രിയരെ, ദൈവം വീണ്ടും സ്നേഹിക്കുന്നുണ്ട്. അവൻ തൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവനെ ദൈവം മടക്കി വരുത്തി അവന് വേണ്ട സമാധാനവും സന്തോഷവും സൗഖ്യവും ഒക്കെ നൽകി സ്നേഹിക്കുന്നവനാണ് ദൈവം. അവനും തൻ്റെ നിത്യജീവൻ ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുവാൻ തക്ക ഒരു യോഗ്യതയും നമുക്കില്ലായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ വേണം നാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ. നമ്മിൽ അയോഗ്യതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം വെറുക്കുന്ന പാപത്തിൽ കഴിഞ്ഞിരുന്നവരാണ് നാം ഓരോരുത്തരും. പാപിയായ മനുഷ്യനെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്നവനായ ദൈവം തൻ്റെ മഹാകൃപ കാരണം അവൻ പാപിയെ സ്നേഹിക്കുന്നു. ദൈവത്തിന് ശക്തമായ ഒരു പ്രഖ്യാപനം. ദൈവം ശക്തമായി ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ലോകസ്നേഹത്തിൽ കുടുങ്ങി അവസാനം ലോകത്താൽ വെറുക്കപ്പെട്ടവരെ, ലോകം തള്ളിക്കളഞ്ഞവരെ ദൈവം അങ്ങനെയുള്ളവരെ വിളിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഇനിയും നീ തകർന്നിരിക്കേണ്ട, ഇനിയും ജീവിതം മതി എന്ന് നീ പറയണ്ട, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നീ പറയണ്ട, ജീവിതത്തിൽ നിന്ന് നീ ഓടി ഒളിക്കേണ്ട. നിങ്ങളെ സ്നേഹിക്കുവാൻ, നിത്യമായി സ്നേഹിക്കുവാൻ, സൗജന്യമായി സ്നേഹിക്കുവാൻ, പകരം ഒന്നും ചോദിക്കാതെ സ്നേഹിക്കുവാൻ കഴിയുന്നവനായ കർത്താവായ യേശു ക്രിസ്തു കൂടപ്പിറപ്പെ താങ്കളെ വിളിക്കുന്നു, താങ്കളെ സ്നേഹിക്കുന്നു. അവൻ്റെ ഇന്നും ജീവിക്കുന്ന, ഇന്നും നിലനിൽക്കുന്ന പ്രഖ്യാപനം കേട്ടുകൊള്ളുക, ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. മടങ്ങി വന്നാൽ, പിന്മാറ്റങ്ങളൊക്കെ ഉപേക്ഷിച്ച്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തിരികെ വന്നാൽ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായ സമാധാനം, സന്തോഷം നിങ്ങളിൽ നിറയും. അവൻ്റെ അടിപ്പിണരിനാലുള്ള സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കപ്പെടും. മാനസികമായ ആരോഗ്യം, ശാരീരികമായ സൗഖ്യം അവനിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും. തന്നെയുമല്ല, നിങ്ങളുടെ രട്ട് അഴിച്ചു മാറ്റി നിങ്ങളെ അവൻ സന്തോഷമുടിപ്പിക്കും. സ്തുതി എന്ന മേലാട നിങ്ങളെ അവൻ അണിയിക്കും. പ്രിയരെ, നിങ്ങൾക്കുള്ള വാഗ്ദത്തം കേട്ടുകൊള്ളുക, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. പ്രിയരെ, ഭൂമിയുടെ പരപ്പിൽ കാണപ്പെടുന്ന എല്ലാ സ്നേഹങ്ങളും ഏതിൻ്റെയെങ്കിലുമൊക്കെ കാരണത്തിലൂന്നിയുള്ളതാണ്. മക്കൾക്ക് അപ്പനമ്മമാരോടുള്ള സ്നേഹവും അപ്പനമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹവും തിരിച്ചു കിട്ടുന്നതിനാലും തിരിച്ചു കൊടുക്കുന്നതിനാലും ഒക്കെയാണ്. അത് രക്തബന്ധത്തിലൂന്നിയുള്ള സ്നേഹമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുന്നതും ഏതിൻ്റെയെങ്കിലുമൊക്കെ കാരണത്താലാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സ്നേഹിച്ചത്
മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചതിൻ്റെയോ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തതിൻ്റെയോ വെളിച്ചത്തിലല്ല. മനുഷ്യർ ദൈവത്തെ വെറുപ്പിച്ചവരും ദൈവകോപത്തിന് ഇരയായിത്തീർന്നവരുമായിരുന്നു. ദൈവസ്നേഹം അനുഭവിക്കുവാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്ന മനുഷ്യരെ, കുലയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മനുഷ്യരെ തന്നെ ദൈവം തൻ്റെ കൃപ പകർന്ന് ഔദാര്യമായി സ്നേഹിച്ചു. അതുകൊണ്ട് പ്രിയരെ, ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാൽ അവരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നത് നാം വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുക. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കുവാൻ, നാം അവനിൽ വിശ്വസിച്ചപ്പോൾ തൻ്റെ നിത്യജീവനെ തന്നെ നമുക്ക് നൽകുവാൻ ദൈവത്തിന് കഴിഞ്ഞു. യോഹന്നാന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നാണ്. പ്രിയരെ, ഒരു വ്യവസ്ഥയും കൂടാതെ നമ്മെ സ്നേഹിച്ച ദൈവത്തിന് നമ്മുടെ സർവവും അർപ്പിച്ച് നാം സ്നേഹിക്കുകയും ഈ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടപ്പാടാണ്, കടമയാണ്. കൂടപ്പിറപ്പുകളെ, ഔദാര്യമായി നമ്മെ എപ്പോഴും സ്നേഹിക്കുന്ന ദൈവത്തെ, നമ്മെ സൗഖ്യമാക്കുന്ന നമ്മുടെ പ്രിയ കർത്താവിനെ തിരിച്ചു സ്നേഹിക്കുവാൻ, ആ കർത്താവിൻ്റെ വചനം അനുസരിക്കുവാൻ, ആ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ, ഈ സ്നേഹവാനായ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക്, നമ്മുടെ സ്നേഹം ദൈവത്തിന് മാത്രം കൊടുക്കുന്നവരായി ദൈവത്തോട്, ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തി ഔദാര്യമായുള്ള സ്നേഹം ആവോളം ഏറ്റെടുത്ത് അനുഭവിച്ച് വിശ്വാസ വിശുദ്ധ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഇന്ന് പ്രഭാതത്തിലും കേൾക്കപ്പെട്ട വചനത്താൽ നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കാൻ, ധ്യാനിക്കുവാൻ നൽകി തന്ന ഈ അവസരം ഞങ്ങൾ ഉപയോഗിച്ച് വചനത്തിൽ ആഹ്വാനം ചെയ്ത ആ സത്യം അനുസരിച്ച് ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി അർപ്പിച്ച് വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു തരുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ട് സമർപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ, ഞങ്ങളുടെ കൃപ ഏറിയ അളവിൽ പകർന്നു കൊടുക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദൈവസ്നേഹം അനേകർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് പകൽ അനുഭവിച്ച് നന്ദിയോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഞങ്ങളുടെ മേൽ ചുരഞ്ഞ് ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും ഇന്ന് പകലിലും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.